അപ്പം നമുക്കിന്നൊരു ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്താലോ? ബിരിയാണി നമുക്ക് എല്ലാവർക്കും ഒരു വികാരം തന്നെയല്ലേ? അതിനുവേണ്ടി ആദ്യം നമുക്ക് റൈസ് ഇങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ഒരു 50-60% ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചിക്കനിലോട്ട് കടന്നാലോ? ചിക്കന് ആവശ്യമുള്ള ഹോൾ സ്പൈസസ്, ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കനൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. എന്നിട്ട് ടൊമാറ്റോ, യോഗേർട്ട്, കാണുന്ന മസാലകൾ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും മറക്കരുത് കേട്ടോ. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മളൊരു ദം പോട്ടിലോട്ട് ഇച്ചിരി ഗീ പറ്റി റൈസും ചിക്കനും കൂടെ 1 ലെയർ, 2 ലെയർ, 3 ലെയർ നമ്മുടെ ഇഷ്ടമുള്ള പോലെ ലെയേഴ്സ് വെച്ച് നമുക്ക് സെറ്റാക്കിയെടുക്കാം. സെറ്റാക്കിയിട്ട് ലാസ്റ്റ് ലെയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, കുറച്ച് മിൻറ്റ് ലീവ്സ്, കുറച്ച് ചില്ലി, ലൈം ജ്യൂസ്, ഗരം മസാല, സാഫ്രൻ മിൽക്ക്, നമുക്ക് ഫ്രൈഡ് അനിയൻസ്, പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ പരുവത്തിലാക്കിയിട്ട് ഗീയും കൂടെ ഇട്ട് അതിനെ ഒരു 30-40 മിനിറ്റ്സ് ദം ചെയ്യാൻ വെക്കാം. പിന്നെന്താ, ദം തുറക്കുക, സെർവ് ചെയ്യുക. എൻ്റെ പൊന്നോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.